ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ വിധി സാറിന്റെ കയ്യിലല്ലെന്ന് ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ? നിരപരാധിയായ എന്നെ ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചതിനുള്ള ബിരിയാണി സാറിന് ഞാൻ തരുന്നുണ്ട്. കേസ് നമ്പർ 147/2025 പാറമടയിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയ കേസിൽ പ്രൈമ ഫേസിലെ തെളിവുകളുടെ സ്വഭാവവും കേസിലെ വൈരുദ്ധ്യങ്ങളും പരിശോധിച്ചതിനാൽ ഈ കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് കോടതി കരുതുന്നു. ആയതിനാൽ ഈ കേസിലെ പ്രതി സച്ചിദാനന്ദന് താഴെ പറയുന്ന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം നൽകി കോടതി ഉത്തരവാകുന്നു. ഇനി ലഞ്ച് ബ്രേക്കിന് ശേഷം കോടതി കൂടുന്നതാണ്. അമ്മേ, മോനെ സച്ചി, അമ്മേ, എടാ നമ്മൾ ജയിച്ചു. സന്ദീപ്, അമ്മേ, അനുവേട്ടാ, പോ. സർ, നിങ്ങൾ വെക്കോ. ശരി സാർ. സർ അനുഗ്രഹിക്കണം. ആരതി, എന്താ ഇത്? സാറിന്റെ അനുഗ്രഹം ഉണ്ടാവണം. സാറിന്റെ കൂടെ കരിയർ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഓരോ കേസ് ഏറ്റെടുക്കുമ്പോഴും സാർ നൽകിയ സപ്പോർട്ടും അനുഗ്രഹവും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ആരതിയുടെ പ്രാക്ടീസിനെ കുറിച്ചൊക്കെ ഞാനും അറിയുന്നുണ്ട്. പിന്നെ ഈ കേസില് ഡിഫൻസിന്റെ വാദങ്ങള് ആരതി നന്നായിട്ട് കോടതിക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തു. അതുകൊണ്ട് തന്റെ കക്ഷിക്ക് ജാമ്യം കിട്ടിയത്. എനിവേ, കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാഡം, അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. ഇത് അവര് തമ്മിലുള്ള ഒത്തുകളിയാ. അയാളുടെ പഴയ ജൂനിയറാ അഡ്വക്കേറ്റ് ആരതി വർമ്മ. ഡിഫൻസിന് വേണ്ടി അവര് വന്നപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതിങ്ങനെയൊക്കെ നടക്കുമെന്ന്. ഒരു ക്രിമിനൽ കേസിൽ എങ്ങനെ അപ്പിയർ ചെയ്യണമെന്നുള്ള എന്റെ റോൾ മോഡൽ ഇപ്പോഴും സാറാ. ആർഗ്യുമെന്റ് നോട്ട് തയ്യാറാക്കുമ്പോഴും ക്രോസ് ചെയ്യുമ്പോഴും സാറ് പഠിപ്പിച്ചു തന്ന രീതികളാ ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് തനിക്ക് എന്നോടുള്ള റെസ്പെക്ട് കൊണ്ട് തോന്നുന്നതാ. വളരെ ബ്രില്യന്റ് ആയ ഒരു ലോയർ ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും അന്നേ തനിക്കുണ്ട്. പിന്നെ തന്റെ ഹാർഡ് വർക്കും കൂടി കൊണ്ടാ താൻ ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ പോകുന്നു? ഫാമിലിയൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? അതെ സർ, നന്നായിട്ട് പോകുന്നു. സാറിന്റെ വൈഫും മകളും? മോളെ കണ്ടിട്ട് കുറെ കാലമായി. പണ്ട് കുഞ്ഞായിരുന്നപ്പോ സാറിന്റെ കൂടെ ഓഫീസിൽ വെച്ച് കണ്ട ആ ഒരു ഓർമ്മയുള്ളൂ. മോക്ക് 8 വയസ്സായി. നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട് വെക്കട്ടെ. താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. എന്തായാലും തന്റെ കക്ഷിക്ക് ജാമ്യം കിട്ടിയല്ലോ.
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കോടതിയിൽ എങ്ങനെ വാദിച്ചാൽ ജാമ്യം കിട്ടുമെന്ന് അയാൾ തന്നെ അവക്ക് പറഞ്ഞു കൊടുത്തു കാണും. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഗോകുലിനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. വാ മക്കളെ. എന്റെ വിധി സാറിന്റെ കയ്യിലല്ലെന്ന് ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ? നിരപരാധിയായ എന്നെ ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചതിനുള്ള ബിരിയാണി സാറിന് ഞാൻ തരുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് പോവാം. ഇവിടെ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നേരെ വീട്ടിലേക്ക് വെക്കോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി അർച്ചനയും കൂട്ടിക്കൊണ്ടുവരാം. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? മോനെ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനിയും ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. കാര്യമില്ലെന്നോ? എന്തായി പറയുന്നേ? അർച്ചന ഹോസ്പിറ്റലുണ്ട്. ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? സച്ചിയേട്ടാന്ന് വിളിച്ച് കരഞ്ഞോണ്ട് അവൾ എന്റെ അടുത്തേക്ക് ഓടി വന്നത് പിന്നെന്താ കള്ളമാണോ? മോനെ, നീ പറഞ്ഞത് കേട്ട് അനൂപ് ആശുപത്രി പോയി. അവിടെ എല്ലാം അന്വേഷിച്ചു. ഇനി അവിടെ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എന്നിട്ട് നീ കണ്ടത് അർച്ചനയൊന്നുമല്ല, അത് നിന്റെ തോന്നലായിരുന്നു. ഇതുപോലെയുള്ള തോന്നലുകൾ കൊണ്ട് പലപ്പോഴും അബദ്ധം പറ്റുന്നത്. അല്ല അമ്മേ, തോന്നലല്ല, അത് അർച്ചന തന്നെ ആയിരുന്നു. മോനെ, അത് അവളല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അവള് അവിടെ തന്നെ കാണും.